നാടകാന്ത്യം കവിത്വം എന്നാണ് പറയാറ്. പക്ഷേ നാടകത്തിന് അവസാനമില്ല. അരങ്ങിലും അണിയറയിലും ജീവിതത്തിലും അരങ്ങേറുന്ന നാടകങ്ങൾ അനശ്വതം തുടർന്നുകൊണ്ടേയിരിക്കും. കഥയും കഥാപാത്രങ്ങളും മാറും. അത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. അനിവാര്യമായ ആ മാറ്റങ്ങളോടെ ഓച്ചിറ യവനികയുടെ ദശരഥ മഹാരാജാവ് 3 ഭാര്യമാരും എന്ന നാടകം വീണ്ടും അരങ്ങേറുന്നു. ഇതെന്റെ മകൻ പ്രേംലാൽ. ഇവനാണ് ഈ കഥയിലെ നായകൻ, ദശരഥ മഹാരാജാവ്. ദശരഥന്റെ ആദ്യ ഭാര്യയായ കൗസല്യെ അവതരിപ്പിക്കുന്നത് എന്റെ മകന്റെ ആദ്യ ഭാര്യ സുഹാസിനി. 2ാം ഭാര്യയായ കൈകേയിയെ അവതരിപ്പിക്കുന്നത് അവന്റെ 2ാം ഭാര്യ ഹേമാംബര. 3ാം ഭാര്യയായ സുഭദ്രയെ അവതരിപ്പിക്കുന്നത് ശകുന്തള. പക്ഷേ അവളെ അവൻ കെട്ടിയിട്ടില്ല. രാമഭക്തനായ ഭക്തഹനുമാനെ അവതരിപ്പിക്കുന്നത് കനകൻ. രാമനായി വേഷമിടുന്നത് എന്റെ കൊച്ചുമകൻ കാളിദാസൻ. സീതയായി അഭിനയിക്കുന്നത് എന്റെ കൊച്ചുമകൾ കവിത. ലക്ഷ്മണകുമാറിന്റെ ഭാര്യയായ ഊർമിളയെ അവതരിപ്പിക്കുന്നത് എന്റെ മറ്റൊരു കൊച്ചുമകളായ മാളവിക. ഇനി രാവണൻ കൊല്ലം അമ്പുജാക്ഷൻ. രാജഗുരുവായി വേഷമിടുന്നത് സുനിച്ചൻ വാരനാട്. അവൻ വന്നില്ലല്ലോ. കനകനെ വിളിച്ചില്ലേ? എന്നാ പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് വിളിക്കാം. അയാളെ കണ്ട ചിലപ്പോ 1-2 സ്റ്റേജ് കിട്ടിയേക്കും. എന്നാ ഇറങ്ങട്ടെ. എടാ കനക, വണ്ടി എടുക്കടാ. എന്ത് കഷ്ടം. പിണങ്ങിപ്പോയാലും ഓർക്കാതെ അവന്റെ പേരാ വായിൽ വരെ. ഞാൻ വണ്ടി നിർത്താശാനെ, ഇനി പിടിച്ചു നിർത്താൻ പറ്റില്ല. ഇടാടാ വണ്ടി നിർത്ത്. നീ വണ്ടിയുടെ അകം മുഴുവൻ അലമ്പാക്കുക. ആ പെണ്ണുങ്ങൾ ഒഴിച്ച് മൂത്രമൊഴിക്കാനൊക്കെ ഇറങ്ങിക്കോ. സ്ഥിരം നാടകം കളിക്കുന്നവരൊക്കെ സമ്മതിക്കണം. വണ്ടി കുലുക്കി കുലുക്കി ഒരു പരിവാക്കിയവൻ. എന്റെ അമ്പുവേ, ഇതൊക്കെ ഉത്സവപ്പറമ്പിൽ തീർത്തിട്ടങ്ങോട്ട് പോന്നാ പോരായിരുന്നോ? അതിന് കമ്മിറ്റിക്കാരനെ നല്ല നിർത്തിയിട്ട് വേണ്ടേ? എങ്ങനെ നിർത്തും? 10 തലയ്ക്ക് 6 തലയായിട്ട് രാവണൻ വന്ന കരഞ്ഞോണ്ടിരുന്ന സീത പോലും ചിരിച്ചില്ലേ? പിന്നെ നാട്ടുകാർ ചിരിക്കാതിരിക്കും. ആ പറ്റിയതൊക്കെ പറ്റി. ആ ഉണ്ണികൃഷ്ണൻ ഹനുമാനാണെങ്കിൽ വാല് വെക്കാതെ സ്റ്റേജിൽ വന്നതാണ് പറ്റിയത്. സീതയെ കാണാൻ വന്ന ഹനുമാന്റെ വാല് ഗ്രീൻ റൂമിലെ മുളയെ കുരുങ്ങിയത് അവന്റെ കുറ്റമല്ലെന്ന് അവൻ പറയുന്നു. എന്തായാലും കനകനില്ലാത്തതിന്റെ കുറവ് കണ്ടു. ഡാഡി വേഗം എന്താന്ന് വെച്ചാൽ ചെയ്യ്. പോക്കോ. വാ, നീ വരുന്നില്ലേ? നിങ്ങളെയും കൊണ്ടൊക്കെ ഞാൻ പെട്ടെന്നാവണേ. പുറത്തെടുക്കാനുള്ള ഒരു പാട്. അതൊരു ഹനുമാനാണല്ലോ. വാലി തീയുണ്ട്. ഹനുമാനോ? ആ അതെ ആശാനെ, നോക്കുക. ആണോ? ആണോ? അല്ലേ? അല്ലേ? അല്ല. എടാ കനകനാണ്. എടാ കനക. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഇവൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഞാനതിന് പരിഹാരം. ഞാനാണ് ഇവന്റെ ആശ. എന്താ ഇവൻ ചെയ്ത കുറ്റം? അതാണ് അവനോട് തന്നെ ചോദിക്കണോ? താനെന്നോ? ഞങ്ങളുടെ ആശാന. എന്താ നീ ചെയ്ത പ്രശ്നം? ആശാനെ, ഞാൻ വേറൊരു സമിതിക്ക് വേണ്ടി ലങ്കാസഹനം നടത്തുകയാണ്. കർട്ടന്റെ സൈഡിൽ ചെറുതായിട്ടൊന്ന് തീ പിടിച്ചു. അത്രേ ഉള്ളൂ. അതിനും കൂടുതൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അതിൽ കൂടുതലൊന്നും ചെയ്തിട്ടില്ല ആശാനെ. തീയല്ലേ, അത് പടരില്ലേ? സ്റ്റേജ് നിന്നങ്ങോട്ട് കത്തി. സ്റ്റേജ് മാത്രോ? ചുറ്റോട്ടുള്ള 3 കടകളും വെളുപ്പകാലത്ത് കത്തിക്കാനുള്ള കമ്പപ്പുറയ്ക്ക് തീ കൊടുത്തിട്ടാണ് അവൻ വന്നത്. പട്ടിപ്പോയി ആശാനെ. അമ്പടാ,
ഐ കാൻ ബിലീവ് ദാറ്റ്. ശ്ശോ. ഓ, ഈ ഗോപേട്ടന്റെ ഒരു കാര്യം ഗായത്രിയോട് ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞാൽ എന്താ? ഗായത്രി ഗോപേട്ടന്റെ മുഖത്ത് തന്നെ നോക്കി നിന്നു. ഗോപേട്ടൻ തിരിഞ്ഞു നടന്നു. സുഹേച്ചി അറിഞ്ഞായിരുന്നോ? എന്ത്? ആ ഒളിച്ചോടി പോയ ചന്ദ്രന്റെ മോളിലെ സോജ അവളൊരു സോറിയും പറഞ്ഞ് തിരിച്ചു വന്നൂന്ന്. ദേ ഹേമേ, എനിക്ക് പരദൂഷണം പറയുന്നത് താല്പര്യമില്ലെന്ന് നിനക്കറിയാലോ. എനിക്ക് എന്റെ കാര്യം നോക്കാൻ തന്നെ നേരമില്ല. പിന്നെയല്ലേ ചന്ദ്രന്റെ സൂര്യന്റെ മക്കളുടെ കാര്യം നോക്കി നടക്കാൻ പോകുന്നു. നാണമില്ലല്ലോ ഇതും പറഞ്ഞുകൊണ്ട് നടക്കാൻ. എന്നിട്ട് അവള് വന്നിട്ട് അവൾ അവളുടെ കുടുംബക്കാരെ വിളിച്ചോണ്ട് കാശിക്ക് പോയി. അല്ല പിന്നെ എല്ലാം അറിയാൻ ചെയ്യണം, ഒരു പൊടിക്കങ്ങ് താഴാനും വയ്യ. പിന്നെ എനിക്ക് മനസ്സില്ല പറയാൻ. ആരാ സുഹേച്ചി ഈ കാട്ടുമാക്കന്മാര്? അവനെ ഇറക്കി വിടെ. അതോ ഞങ്ങൾ അകത്തേക്ക് കയറണോ? നീയൊക്കെ ഏതാടാ? എന്താണ് നിനക്കൊക്കെ വേണ്ടത്? അയ്യോ നമുക്ക് പോയാലോ? പോകാനോ? എടാ നമ്മള് ഗുണ്ടകളല്ലേ? ആ പിന്നല്ലേ, ശരിയാണല്ലോ. നമ്മള് കൊണ്ടിട്ടല്ലേ ഇവിടുന്ന് പോകും. ആണ്. എടാ നമ്മൾ അവരെയും കൊണ്ട് ഇവിടുന്ന് പോകുള്ളൂന്ന്. അങ്ങനെ അതെ, അങ്ങനെ ശബ്ദം കാട്ടി പേടിപ്പിച്ച് ഓടിക്കാനൊന്നും നോക്കണ്ട. ഞങ്ങൾ അവനെ കൊണ്ടേ പോകും. നിങ്ങൾ വന്നപ്പോ പോലെ പറയുവാണല്ലോ അവനെ കൊണ്ട് പോവൂ, അവനെ കൊണ്ട് പോകുന്നു. എന്താ ഈ അവന് പേരില്ലേ? അവന്റെ പേര് പോലും ഉച്ചരിക്കാൻ ഞങ്ങൾക്ക് മടിയാ. അവനെ വിളിക്കുന്നോ ഇല്ലയോ? ഇല്ല. ആ എന്നാ പിന്നെ അവൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാം അല്ലേ അണ്ണാ? ഞങ്ങൾ അവനെ കൊണ്ടേ പോവും. അല്ല, അവർക്ക് നമ്മളെ കണ്ടൊരു പേടിയില്ലോ അണ്ണാ. എങ്ങനെ പേടിക്കാനാ? ഈ ഉണ്ണിയൊക്കെ വെച്ചിട്ട് വന്ന കാണുന്നവർക്ക് കോമഡിയാ ഫീൽ ചെയ്യുന്നത്. അവനൊരു ഐഡിയ രാവിലെ വെറുതെ ബബിൾ ഗോം വേസ്റ്റ് ആക്കി. എന്നാ പിന്നെ ഞാനും കളഞ്ഞേക്കാം. 53, 54, 55, 56. നീ ഇവിടെ സുഖിക്കാണല്ലേ ഞാനിങ്ങനെ കഷ്ടപ്പെടുമ്പോ. എന്താ ഞാനൊരു പ്രാസപ്പിച്ച് പറഞ്ഞതാ. നീ അധികമായിട്ട് അങ്ങനെ പ്രാസോപ്പിക്കണ്ട കേട്ടാ. ആശാനെ ഈ ചവിട്ട് ഭാര്യമാർക്ക് ഇഷ്ടായിരുന്നെങ്കിൽ അവരെന്നേ നേരെയായി പോയേനെ. എടാ ഈ വണ്ടി നിന്നെ പോലെ തന്നെ. എന്താ? ഒരിക്കലും നന്നാവാനും പോകുന്നില്ല, മനുഷ്യനായിട്ട് മെനക്കെടുത്തില്ല. എന്നാലും ഞാൻ തോറ്റു കൊടുക്കില്ലടാ. ആശാൻ ഈ ഇടയ്ക്കായിട്ട് ആട്ടു സൂപ്പാണ് കഴിക്കുന്നത്. ഇത്ര നേരമായിട്ടും സ്റ്റാമിനയ്ക്ക് ഒട്ടും കുറവില്ലല്ലോ. എടാ കനക, ആ ബാങ്കിലെ കാര്യം ഓർക്കുമ്പോഴേ സ്റ്റാമിനയൊക്കെ താനേ വരും. എത്രയും പെട്ടെന്ന് എനിക്കിത് അടിച്ച് സ്റ്റാർട്ടാക്കണം, എന്നിട്ട് ബാങ്കിലെത്തണം. ആശാനെ ആ. ബാങ്ക് പോകുന്നതൊക്കെ കൊള്ളാം, നമ്മൾ പറയണത് അവര് കേൾക്കൂ. പിന്നെ എന്താടാ എടാ, ഈ ബാങ്കിലൊന്നും ചെവിയേക്കാത്തവരൊന്നും ജോലിക്ക് വെക്കില്ല. കസ്റ്റമേഴ്സിനോടൊക്കെ കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടതല്ലേ. ഓ ആശാനെ, ജപ്തിക്ക് സാവകാശം വേണമെന്ന് പറയാനല്ലേ നമ്മൾ പോകുന്നത്. അതവര് കേൾക്കുമോന്നാ ചോദിച്ചത്. പിന്നെ കേൾക്കാതെ സാവകാശം തന്നില്ലെങ്കിലും കാര്യങ്ങളൊക്കെ അവര് കേൾക്കും. അല്ലേ നീ കണ്ടോ? ആ സിറ്റുവേഷന് പറ്റിയ പാട്ട്. സുഖമാണല്ലോ. എന്താ സുഖോ? എടി ഞാൻ ബാങ്കിലേക്ക് പോവാ. ബാങ്കിലേക്കാണെങ്കിൽ പോവണ്ട. അതെന്താ ഞാൻ പോയാല്? പ്രേമേട്ടൻ പോവണ്ടെന്നല്ലേ പറഞ്ഞത്? എടി ഇന്നേക്ക് ജപ്തിയുടെ ലാസ്റ്റ് ഡേറ്റ്. ബാങ്കിൽ ചെന്ന് മാനേജരെ കണ്ട അവധി നീട്ടി വാങ്ങിയില്ലെങ്കിൽ അവരെല്ലാരും കൂടെ വീട്ടിലേക്ക് വന്ന് ഓംകാര നടനമാടുവേ. എടി ബാങ്കുകാര് വീട്ടിൽ വന്ന് ജപ്തി ചെയ്ത് നമ്മളെ ഇറക്കി വിടുമെന്ന്. അതിങ്ങി തന്നെ എന്റെ ലാലേട്ട ബാങ്കുകാരൊക്കെ ഇങ്ങ് എത്തി. അവര് ഞങ്ങളെ ജപ്തി ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് വേഗം വാ. ദൈവമേ, ചതിച്ചോ? ഓ ദൈവമല്ല ചതിച്ചത്, ആ ബാങ്ക് മാനേജറാ. 2 തടിമാടന്മാരെ അങ്ങേരും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നേ. അതിലൊരുത്തൻ ഞങ്ങളെ മസിലുരുട്ടി കാണിക്കുന്നു. ഓ, നീ മസിൽ വെക്കേ. അല്ല നീ ഫോൺ വെക്കേ, ഞാൻ ദേ വരണു. ഇപ്പൊ തന്നെ വരുമെന്നോ? എന്താ ആശാനെ, അപ്പൊ ബാങ്കിൽ പോണ്ടേ? അവര് കൃത്യനിഷ്ഠയുടെ കാര്യത്തിലേ വളരെ കൃത്യന്ന് പറയുന്നു. അത് വളരെ ശരിയാണ്. അവര് കൃത്യസമയത്ത് തന്നെ വീട്ടിൽ ചെന്ന് കുത്തിയിരിപ്പുണ്ട്. എന്താവോ എന്ത്.
എടാ അവനെ കാണുന്നില്ലല്ലോ. ബ്യൂട്ടി പാർലർ ഉദ്ഘാടനത്തിന് വരുന്ന മമ്മൂട്ടിയെ കാത്തു നിൽക്കല്ല നമ്മള്. അവൻ വരാൻ ഇച്ചിരി മടിക്കും. ഇവരെന്താ വരാത്തത്? അതെന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? അവരെത്തി. അങ്ങോട്ട് ഇറങ്ങ ആശാനെ. ആശാനെ പൈസ. നമസ്കാരം. ഞങ്ങൾ ബാങ്കിലേക്ക് പോയിരുന്നു. അപ്പോഴാണ് ഫോൺ വന്നത്. ഉടനെ ഇങ്ങോട്ട് പോന്നു. ഗഡുക്കളായിട്ട് അടച്ചു തീർക്കാൻ ഒരവസരം കൂടി ഒന്ന് തരാം. ഞങ്ങളും അങ്ങനെ തന്നെയല്ലേ അടച്ചു തന്നുകൊണ്ടിരുന്നത്. അല്ല മാനേജറോടൊന്ന് സംസാരിച്ചിട്ട് ശരിയാക്കി തന്നാൽ മതി. അതെ, മാനേജറെ കണ്ട് സംസാരിച്ചിട്ട് അവനൊന്ന് ശരിയാക്കാൻ വേണ്ടി തന്നെ ഞങ്ങൾ വന്നിരിക്കുന്നത്. അതെ, ഒരല്പം ദയ കാണിക്കണം. ഒരല്പം ദയവ് അവനോട് ഞങ്ങൾ കാണിക്കും. കൊല്ലില്ല, പക്ഷെ ഇഞ്ച ചതയ്ക്കുന്ന പോലെ ചതയ്ക്കും. ചേട്ടാ, ദയവ് ചെയ്ത് നാണം കെടുത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിടരുത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അവനെ ഇങ്ങോട്ട് ഇറക്കി വിടാൻ. ഇടപാട് അവനുമായിട്ടാണല്ലോ. അവനാ? ഏതവൻ? നിങ്ങൾ അകത്ത് ഒളിപ്പിച്ചിരുത്തിയിരിക്കുന്ന അവന്. ആരെയാണ് നിങ്ങൾ അകത്ത് ഒളിപ്പിച്ചേക്കണേ? അയ്യോ, ഞങ്ങൾക്കൊന്നും അറിയില്ല. ലാലേട്ട, സത്യമായിട്ട് അകത്ത് ആരുമില്ല. ഞങ്ങളെ എന്നെ അവിശ്വസിക്കരുത്. അപ്പൊ ഞാനൂടി പ്രേമേട്ട, എന്നെ അവിശ്വസിക്കരുത്. ചേട്ടാ, അവരൊന്നും അറിയില്ല. ദേ, നിങ്ങൾ എല്ലാരും കൂടി ഒരുമാതിരി പൊട്ടം കളിക്കരുതേ. അവനെ ഇറക്കി വിടുന്നുണ്ടോ ഇല്ലയോ? അല്ല, നിങ്ങൾ കൊറേ നേരം അവരിറക്കി വിടും അവരിറക്കി വിടും എന്ന് പറയുന്നത്. നിങ്ങൾ ആരുടെ കാര്യം പറയണത്? ഈ യവനിക പ്രേംലാൽ നിങ്ങൾ തന്നെയല്ലേ? ഞാൻ തന്നെ. നിങ്ങൾക്ക് ഞങ്ങളെ പരിചയമില്ലെങ്കിലും ഞങ്ങൾക്ക് നിങ്ങളെ അറിയാം. എല്ലാ ആഴ്ചയിലും ഈ മുഖം ഞങ്ങൾ കാണുന്നതല്ലേ. ആശാന പഴയ ചിറ്റിക്കളിയൊക്കെ ഉണ്ടല്ലേ? ദേ, ഞങ്ങൾ അന്വേഷിച്ചു വന്നവന്റെ അഡ്രസ് ഇതാ. സുനിച്ചൻ വാർനാട്, യവനിക, ചേന്ദമംഗലം ബിഒ, പറവൂര്. സുനിച്ചനാ? എന്താ കറക്റ്റ് അല്ലേ? അത് ഈ അഡ്രസ് കറക്റ്റാണ്. പക്ഷെ ഈ സുനിച്ചൻ വാരനാട് ആളത്ര കറക്റ്റ് അല്ല. അവനിവിടെ അല്ല താമസം. അതെ, സത്യമായിട്ട് അവനിവിടെ അല്ല. എന്തോ അടിക്കോളാണെന്ന് മനസ്സിലായി. മാനുഷിക പരിഗണന വെച്ച് ചോദിക്കുക. കാര്യം എന്താന്ന് വെച്ചൊന്ന് പറഞ്ഞൂടെ? അവൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. നാളെ രാവിലെ ഞങ്ങൾ ഒരിക്കൽ കൂടി വരും. അവനെ ഒരുക്കി നിർത്തിക്കോളാം. രണ്ടെണ്ണം അവനിട്ട് പൊട്ടിച്ചിട്ട് കാര്യം പറയാം. എന്താ പ്രേമേട്ട, എന്താ പ്രശ്നം? എന്തായാലും ഗംഭീരമായ ഒരു അടിക്കോളാ. അതിപ്പോ സുനിച്ചിനിട്ട് കിട്ടുമോ അത് ആശാനിട്ട് കിട്ടുമോ എന്ന് നാളെ അറിയാം. എന്റെ സുഹേച്ചി, ഒരാൾക്കൊരു 10 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ എനിക്ക് കിടന്ന ഉറക്കം വരില്ല. അതെങ്ങനെ കൊടുക്കാതിരിക്കാന്ന് ആലോചിച്ചിട്ടല്ലേ നിന്റെ ഉറക്കം പോകുന്നത്? അതല്ല, വെറും 10 രൂപയ്ക്ക് ഞാൻ വില കൽപ്പിക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. അല്ല, നീ ഇപ്പൊ എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത്? എന്നോട് വാങ്ങിച്ച 1000 രൂപ എന്താ തരാത്തത്? എനിക്ക് നാളെ ഇച്ചിരി ആവശ്യങ്ങളൊക്കെ ഉള്ളതാ. ഓ, അപ്പൊ അതാണ് കാര്യം. ഇങ്ങനെ വളഞ്ഞു കിടന്ന് മൂക്കി തൊട്ടതിന്റെ കാര്യം ഇതാണ്. ചേച്ചിയായിട്ട് അറിഞ്ഞാ കാശിങ് തരില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് നാണം കെട്ടി ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. എനിക്കങ്ങ് വേണ്ട നിന്റെ കാശ്. പ്രേമേട്ട വന്ന അപ്പൊ വാങ്ങിച്ചു തരും നിന്റെ 1000 ഉലുവ. വാങ്ങിച്ചു തന്നാ കൊള്ളാം. യുദ്ധഭൂമിയാണോ എങ്കിൽ പട്ടിണി കിടക്കുന്നതാ ബെസ്റ്റ് ഓപ്ഷൻ. എന്തിരിഞ്ഞു പോകുന്നത് ബുദ്ധി. പ്രേമേട്ട, അവിടെ നിന്നേ. ഒന്നിങ്ങോട്ട് വന്നേ. കൊടുക്ക് പ്രേമേട്ട ഇവിടെ 1000 ഉലുവ. എന്റെ പൊന്നു സുഹു, വിഷം വാങ്ങിച്ചു തിന്നാൻ പോലും വഴിയില്ലാതെ നിൽക്കാണ് ഞാൻ. 1000 പോയിട്ടൊരു 100 രൂപ പോലും തികച്ചെടുക്കാൻ എന്റെ അടുത്തില്ല. എനിക്ക് എന്റെ 1000 രൂപ കിട്ടിയേ പറ്റൂ. ഫേഷ്യൽ ക്രീം ഒക്കെ തീർന്നിരിക്കും. അവളുടെ ഒരു ഫേഷ്യൽ ക്രീം മനുഷ്യനോട് ആ ജപ്തി ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി രാവിലെ വല്ല നെട്ടോട്ടോടി നടക്കാണ്. എന്നിട്ട് ബാങ്കിലെ പ്രശ്നം തീർന്നോ? അപ്പോഴാണല്ലോ ഗുണ്ടകൾ വന്നത്. എന്നിട്ട് ഗുണ്ടകളുടെ പ്രശ്നമെങ്കിലും തീർന്നോ? അതാണല്ലോ നാളെ രാവിലത്തേക്ക് വെച്ചിരിക്കണം. നാളെ രാവിലെ പലിശക്കാരൻ അവറാച്ചനോട് കാശ് അറേഞ്ച് ചെയ്യാൻ പോവാന്ന് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ വൈകിട്ടത്തെ കാര്യം. അപ്പൊ വൈകിട്ട് പ്രോഗ്രാമിന്റെ ആൾക്കാരെ കാണാൻ പോണ്ടേ? അല്ല, അത് പിന്നെ ഞാൻ പിന്നെ സമയമുണ്ടല്ലോ. ചുരുക്കത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. പന്തം കൊണ്ട പെരിച്ചാഴി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയത് തന്നെ മെച്ചം അല്ലേ? എന്നിട്ട് അവനെന്തിയാ കനകൻ? അത് പറഞ്ഞപ്പോഴാ ഞാൻ ഒരുത്തന്നെ കഷ്ടപ്പെട്ട ഒരു 500 രൂപ കടം വാങ്ങിച്ചു. അതിൽ നിന്നൊരു 300 രൂപ എന്നോട് കടം വാങ്ങിച്ചിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ പോയിരിക്കണം അവൻ. ബെസ്റ്റ്. ഇതിലെങ്കിലും ഒരു ഒത്തൊരുമ കണ്ടല്ലോ, സന്തോഷം.
കൊല്ലു ഞാൻ. ആശാൻ എന്തെങ്കിലും പറഞ്ഞുണ്ടല്ലോ. കൊതുവായിരുന്നു. ഞാനിത് എവിടെ കിടക്കണത്? ഓ, എന്റെ സ്വർഗത്തിൽ തന്നെയാണോ? ഒന്ന് സംഘർഷമനം നടത്തിയേക്കാം. ഒഴുകി വരും യാമങ്ങൾ തോറും കൊതി തീരുവോളം. അയ്യോ വേണ്ട, ഈ ഉറങ്ങിക്കിടക്കുന്ന പ്രേതങ്ങളൊക്കെ എന്തിനാ ഈ പാതിരാത്രി വിളിച്ചോണർത്തണം? ഹലോ ഹലോ ഹലോ, വെരി നൈസ് ടു മീറ്റ് യു. സെയിം ടു യു. അല്ലെങ്കിൽ എല്ലാ മലയാളിയും ഒരു വൃത്തികെട്ട സ്വഭാവം. ഈ ഒരു കാര്യത്തിന് കമ്പനി വേണമെന്ന്. വെരി ബാഡ്. അങ്ങനെ പറയരുത്. മിണ്ടിയും പറഞ്ഞ ഇങ്ങനെ കാര്യം സാധിക്കുന്നതിന് ഒരു പ്രത്യേക സുഖം തന്നെയാണ്. ഞാനിതിപ്പോ അനുഭവിക്കുകയാണ്. കണ്ടവന്റെ പറമ്പാകുമ്പോ സുഖം കൂടും. കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. പക്ഷെ ആ നേരത്തെ പറഞ്ഞ സുഖത്തിന്റെ ഹാങ് ഓവറിൽ അങ്ങനെ ഇരുന്നു പോയതാ. ഓ, അല്ല താനിതാരാ? ഓ, മനസ്സിലായില്ലല്ലേ? ഭാഗ്യം. എന്നാ വരട്ടെ. പിന്നെ നീ പറയുമ്പോ നിൽക്കാൻ നീ എന്നെ പഠിപ്പിച്ച സാറല്ലേ? കള്ളാന്ന് വിളിക്കരുതെന്നാ പറഞ്ഞേ. ഇല്ലടാ, പാതിരാത്രി തലയിൽ മുണ്ടിട്ട് ചക്കാൻ പറഞ്ഞതിന് മഹാനെ എന്ന് വിളിക്കടാ. കൊല്ലുടാ. ആഹാ, തലേന്ന് തുണി മാറ്റിയത് കൊണ്ട് കൊള്ളാം. അല്ലെങ്കിൽ ഈ തുണിയിൽ നിന്ന് പൊതിഞ്ഞു കെട്ടി കൊണ്ടുവന്നേനെ. നീ എന്തിനാണ് ഓടിയത്? നീ എന്തിനാ ഓടിച്ചത്? നീ എന്തിനാണ് ഒളിച്ചിരുന്നത്? ഭയന്നിട്ടാടാ. അപ്പൊ കാലത്ത് വന്ന കുണ്ടകളോ? അളെ എന്നെ തിരക്കി വന്നതാ. ക്ലിയർ ആയിട്ട് പറയാം. ആശാൻ എന്റെ കൂടി പൊറുക്കണം. നിന്റെ കൂടെ പൊറുക്കണം. അപ്പൊ എന്റെ ഭാര്യയുടെ കൂടെ ആര് പൊറുക്കൂടാ? അയ്യോ അതല്ല, എന്നോട് പൊറുക്കണോന്ന്, മാപ്പാക്കണോന്ന്. നിന്ന് മാപ്പിന് അപ്പീല് കൊടുക്കാതെ വന്ന കാര്യം പറയണ. ആശാൻ എന്നോട് ക്ഷമിക്കെന്ന് പറ. അതൊക്കെ പറയാം. പക്ഷെ അതിനു മുമ്പ് ആ മസിൽ പെരുത്തോമാര് എന്തിനാണ് എന്റെ മുറ്റത്ത് വന്നതെന്ന് നീ പറയണം. ആശാൻ അറിയാമല്ലോ എനിക്ക് ചില ചിട്ടിപ്പരിപാടിയുള്ള കാര്യം. അതുകൊണ്ട് ആശാന ഇവന്റെ കുടുംബം കഴിഞ്ഞു പോണത്. അങ്ങനെ പറഞ്ഞു കൊടുക്കടാ. എടാ, ഞാൻ ചോദിച്ചതിന് സമാനം പറയടാ. നീ ചിട്ടിയോ പാട്ടമോ എന്തെങ്കിലും നടത്തും. അവന്മാര് നിന്നെ തിരക്കി എന്തിനാ എന്റെ വീടിന്റെ മുറ്റത്ത് വന്നത്? അത് പിന്നെ ആശാന് ഈ ചിട്ടിയും ചട്ടിയൊക്കെ ആവുമ്പോ തട്ടി മുട്ടിയിരിക്കുന്നാണല്ലോ ചൊല്ല്. എടാ, പാതിരാത്രി പഴഞ്ചൊല്ല് പറഞ്ഞു കളിക്കാതെ നീ കാര്യം പറയടാ. ആ ചിട്ടി പൊട്ടി. പൊട്ടുമല്ലോ, ഇവനല്ലേ നടത്തിയത്. കറക്റ്റ്. അതെന്തെങ്കിലും ആവട്ടെ, ആ മസിൽ പെരുത്തോമാരെ എന്റെ മുറ്റത്ത് വന്ന് ഭീഷണിപ്പെടുത്തിയത് എന്തിനാണെന്ന് പറ. ആശാന് ആ, എന്നെ പോലുള്ളമാര് ചിട്ടി നടത്തിയ ആരെങ്കിലും ചേരും ആശാന്? അത് കറക്റ്റാ. ഈ മുഖം കണ്ട ആരും ചിട്ടിക്ക് കാശ് കൊടുക്കത്തില്ല. ആ, ഓ എടാ സുനിച്ച, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ കുറവ് മനസ്സിലാക്കി അഴകും ആരോഗ്യവും കാര്യപ്രാപ്തിയുമുള്ള ആരെങ്കിലും മുൻനിർത്തി കളിക്കണം. അങ്ങനെ കളിച്ചല്ലോ. ആ, അങ്ങനെയാണ് ബുദ്ധിയുള്ളവർ ചെയ്യുന്നത്. അതെ അതെ. ആട്ടെ, ആരാ അത്? കഴിവും കാര്യപ്രാപ്തിയും സൗന്ദര്യമുള്ള ഒരാളുടെ ഫോട്ടോ അല്ലേ ഞാൻ എന്റെ ചിട്ടുവെക്കിനകത്ത് വെച്ചത്. ആരാടാ അത്? ആശാന്റെ. എന്താ പറഞ്ഞത്? ആശാന്റെ ഫോട്ടോ ആണ് ഞാൻ ചിട്ടിബുക്കിനകത്ത് വെച്ചതെന്ന്. വെറുതെ അല്ല, ആശാന്റെ ഫോട്ടോ എല്ലാ ആഴ്ചയിലും കാണുന്നുണ്ടെന്നോ ഗുണ്ടകള് പറയണത്. അത് കാണുമല്ലോ. ആശാന്റെ മുഖം ഞാൻ നല്ല പ്ലച്ചനല്ലേ വെച്ചത്. നാട്ടുകാർക്ക് മുഴുവൻ ഇപ്പൊ ആശാനെ അറിയാം. ആശാനെ എടാ മഹാഭാബി, എന്തു ദ്രോഹമാണ് നീ എന്നോട് കാണിച്ചത്. ആശാനെ, ഒരു കാര്യത്തിൽ ആശാൻ അഭിമാനിക്കാം. ഇവന്റെ ചിട്ടി പൊട്ടിയാൽ എന്താ, ആശാൻ ഇപ്പൊ നാട്ടിൽ ഫേമസ്. എടാ സുനിച്ച ദ്രോഹി, എന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആശാൻ എന്നെ എന്ത് ചെയ്താലും ഞാൻ നാണമില്ലാതെ നിന്ന് കൊള്ളും. പക്ഷെ ആശാൻ ഒരു കാര്യം മനസ്സിലാക്കണം. ആശാനെ ഞാൻ ദൈവത്തെ പോലെ കാണുന്നത്. ദൈവയുടെ ആ ദൈവത്തിന്റെ ഫോട്ടോ വെച്ച് ചിട്ടിയെടുത്തത് അത്ര വലിയ തെറ്റാ? പറ. ഒരു തെറ്റുമില്ല. ചിട്ടിക്കാശ് കൊടുത്തില്ലെങ്കിലേ ഭക്തനും ദൈവവും ഒരുമിച്ച് ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ആശാനെ, ആശാൻ നാളെ കാലത്ത് അവന്മാര് വരും.
ഈ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ എന്റെ ഭാര്യയും പിള്ളേരെ ആശ നോക്കേണ്ടി വരും. സുനിച്ചാ ഞാൻ ചത്ത് കളയും. ആശാനെ പുറത്തുനിന്നുള്ള ഫാമിലിന്ന് കൊടുക്കണ്ടാട്ടാ. ഇപ്പൊ തന്നെ ഇവിടെ 2 എണ്ണം ഉണ്ട്. പിന്നെ എങ്ങനെയായാലും വേണ്ടില്ല, ഈ പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ആശാൻ പെട്ടു. ഇതിലും കൂടുതൽ എന്ത് പെടാനാടാ. ഓടാ. ആശാനെ എന്നെ സമാധാനിപ്പിക്കാനെങ്കിലും ആശാൻ എന്തെങ്കിലും ഒന്ന് പറ ആശാനെ. എന്റെ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ സുഖമല്ലേ സാർ? ഓ ഇപ്പൊ സമയനാണ്. ആശാൻ അങ്ങനെ പറയാനല്ല ഞാൻ പറഞ്ഞത്. ആ 2 കെട്ട ഗുണ്ടകൾ വരുന്നതിന് മുമ്പ് ഒരു തീരുമാനത്തിലെത്തണം.